സുഹൃത്തുക്കളെ, ഇംഗ്ലീഷിൽ PSCയിൽ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. 4 ടൈപ്പ് സെൻറ്റൻസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മിക്ക PSC എക്സാമുകളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് എങ്ങനെ നേടിയെടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 സെൻറ്റൻസ് എഴുതുകയാണ്. ഒന്നാമത്തത് ഐ ലവ് മൈ ഡോഗ്, രണ്ടാമത്തത് ആർ യു മാരീഡ്, മൂന്നാമത്തത് പ്ലീസ് ഗിവ് മീ എ പെൻ, നാലാമത്തേത് വോ യു ലുക്ക് സോ യങ്. ഈ 4 സെൻറ്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 1 മാർക്ക് PSCയിൽ നേടാൻ കഴിയും. ഓക്കെ, അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കി, ഐ ലവ് മൈ ഡോഗ്. ഇത് ഒരു സാധാരണ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അവസാനം ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ആദ്യം ഒരു സബ്ജക്റ്റിൽ തുടങ്ങുന്നു, ഒരു സബ്ജക്റ്റ് തുടങ്ങിയിട്ട് ഒരു വെർബുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ സാധാരണ ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധാരണ സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, ആർ യു മാരീഡ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. അടുത്ത് മൂന്നാമതായിട്ട് വരുന്നത് പ്ലീസ് ഗിവ് മീ എ പെൻ. ഇത് നമുക്ക് ഒരാളടുത്ത് നമ്മളൊരു സഹായം ചോദിക്കുകയാണ്, ഒരു സഹായം ചോദിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇതുപോലെ 2-3 കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ വരും. അത് നമ്മൾ അങ്ങോട്ടുള്ള ഈ ക്ലാസ്സിൽ തന്നെ ബാക്കി പറയുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഇതിനെ ഇമ്പരേറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു അഡ്വൈസ്, അതുപോലെ ഒരു ഉപദേശം, ഒരു ഓർഡർ, അതെല്ലാം വരുന്നത് ആ ഇമ്പരേറ്റീവിലാണ്. അടുത്ത് അവസാനമായിട്ട് എക്സ്ക്ലാമേറ്ററി ആണ്. ആ സെൻറ്റൻസിൻ്റെ വ്യത്യാസം എന്താണ്? അവസാനം ഒരു എക്സ്ക്ലാമേഷൻ സിമ്പൽ ഉണ്ടാവും. ഒരു സ്ട്രോങ് ഫീലിങ്ങിന്, എന്തെങ്കിലും ഒരു ഫീലിങ്ങിന്, അല്ലെങ്കിൽ വോ യു ലുക്ക്, അതുപോലെയുള്ള അങ്ങനെയുള്ള വോ പോലെയുള്ള അങ്ങനത്തെ ചില അങ്ങനത്തെ ചില വേർഡ്സും വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് ആണ്. ഐ ലവ് മൈ ഡോഗ് എന്നാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഡിക്ലറേറ്റീവ് ആണോ അസർട്ടീവ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒന്നാമത്തെ കാര്യം, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് വരുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഐ സബ്ജക്റ്റാണ്, ലവ് എന്ന് പറയുന്നത് വെർബാണ്, മൈ ഡോഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ഇങ്ങനെ സാധാരണ ഒരു സിമ്പിൾ, എന്നിട്ട് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പും ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ്. അടുത്ത രണ്ടാമത്തെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ഫസ്റ്റ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവിന് എക്സാമ്പിൾ കുറേ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നെല്ലാവരും ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് തന്നെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും വരുന്നത്. ഓക്കെ, 1-2 ഞാൻ വായിക്കാം. അലക്സ് ഈസ് എ ഗുഡ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. മൈ ന്യൂ കാർ ഈസ് ബ്ലാക്ക്. ഹീ ഈസ് എ ഗുഡ് ലീഡർ. ഐ ലൈക്ക് ഹിം ഫോർ ഹിസ് ഇൻറ്റൻസിറ്റി. ഹീ പ്ലേസ് വിത്ത് പാഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് പൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഫുള്ളൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇൻട്രോഗേറ്റീവ് ആണ്. അതിന് നമ്മളെടുത്ത പഠിക്കാനെടുത്ത സെൻറ്റൻസ് ആർ യു മാരീഡ് എന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട്, വെയർ, വൈ, ഹൗ, വിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വാട്ട്, വെയർ, എന്ത്, എവിടെ, എപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അത് അങ്ങനത്തെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഈ ഒന്നുകിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഈ ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഓക്സിലറി വെർബായ ആം, ഈസ്, ആർ, ഹാവ്, ഡു, ഡസ്, ഡിഡ്, വിൽ ഇങ്ങനെയൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ഓക്സിലറി വെർബുകളിലായിരിക്കും തുടങ്ങുന്നത്. ഇതിലേതെങ്കിലും തുടങ്ങുന്ന, അതുപോലെ തന്നെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം, ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം, ഇൻട്രോഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ആർ യു മാരീഡ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഡു യു വാണ്ട് ടു ഗോ ദെയർ, ഡിഡ് യു സീ ഹെർ, ഹാവ് യു വാച്ച്ഡ് ദ മൂവി, ഹൗ ഓഫൺ ഡു യു ഗോ ദെയർ. ഇതിലെല്ലാം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഒന്നുകിൽ ഒരു ഓക്സിലറി വെർബിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും, അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ അടുത്ത മൂന്നാമത്തെ ടൈപ്പ് സെൻറ്റൻസിൽ നമുക്ക് പോവാം. ഇമ്പരേറ്റീവ് ആണ് നമ്മളെടുത്ത എക്സാമ്പിൾ. പ്ലീസ് ഗീവ് മീ എ പെൻ. എന്തൊക്കെയാണ് ഇമ്പരേറ്റീവിൻ്റെ പ്രത്യേകത? ഇമ്പരേറ്റീവ് എന്ന് പറയുന്ന ടൈപ്പ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത, അത് തുടങ്ങുന്നത് മിക്കവാറും ഒരു വെർബിലായിരിക്കും, അല്ലെങ്കിൽ പ്ലീസ് കൈൻഡ്ലി ഇതുപോലെയുള്ള ഒരു സെൻറ്റൻസിൽ ഒരു വാക്കിലായിരിക്കും. ഓക്കെ, പ്ലീസ് കൈൻഡ്ലി ഇങ്ങനെ ഒരു വാക്കായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഗീവ്. മറ്റ് സെൻറ്റൻസുകളൊക്കെ നമുക്ക് എങ്ങനെയാണ്, മറ്റ് സാധാരണ സെൻറ്റൻസുകൾ തുടങ്ങുന്നത് ഡിക്ലറേറ്റീവ് വേർഡ് തുടങ്ങുന്നത് എന്തിലാണ്? ഒരു സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് മിക്കവാറും തുടങ്ങുന്നത് ഇതുപോലെയുള്ള വാക്കുകളിലായിരിക്കും. ഗീവ് അതുപോലെയുള്ള വെർബ്, ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരു വെർബിലായിരിക്കും തുടങ്ങുന്നത്. ഗീവ് മീ എ പെൻ. പിന്നെ അതിൻ്റെ കൂടെ പ്ലീസ് ഇങ്ങനത്തെ വേർഡുകളൊക്കെ വരാം. ഓക്കെ, അങ്ങനെ ഓർക്കുന്നതിനേക്കാളും വേറൊരു കാര്യത്തിൽ നമുക്ക് ഓർക്കാം. ഒരു കമാൻഡ്, ഒരാളടുത്ത് നീ അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക, അങ്ങനെ ഒരാളടുത്ത് കമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഉപദേശം നൽകുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം എന്നൊരു ഉപദേശം നൽകുന്ന വാക്യങ്ങൾ, അതുപോലെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന എനിക്കത് ചെയ്ത് താ അല്ലെങ്കിൽ അതെടുത്ത് താ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ. അപ്പോൾ എനിക്കൊരു പേന തരണം, അങ്ങനെ ഇതൊക്കെയാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ വരുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് വാട്ടർ കൊണ്ടുവരൂ. അതുപോലെ ഡോണ്ട് എവർ ടച്ച് മൈ ഫോൺ. എൻ്റെ ഫോൺ ടച്ച് ചെയ്യരുത്. ഇങ്ങനെയുള്ള കമാൻഡുകൾ, അഡ്വൈസുകൾ, ഇതൊക്കെ പറയുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, അതുപോലെ പ്ലേ വിത്ത് ഇൻറ്റൻസിറ്റി ആൻഡ് കറേജ്, റിമെമ്പർ മീ വെൻ വി ആർ പാർട്ടർ. ഇങ്ങനെ പലതരത്തിലുള്ള സെൻറ്റൻസാണ് വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസസ് ആണ്. അതിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇതുപോലെയുള്ള നമ്മൾ എക്സാമ്പിൾ എടുത്തത് ഓ യു ലുക്ക് സോ യങ് എന്നാണ്. അതിൻ്റെ പ്രത്യേകത മിക്കവാറും ഏറ്റവും മെയിനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം ഒരു എക്സ്ക്ലാമേറ്ററി സിമ്പൽ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സെൻറ്റൻസ് ആണ്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനത്തെ ഒരു സെൻറ്റൻസ് ആണ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പ്രധാനമായിട്ട് കണ്ടോ അലാസ്, ഹു, അതുപോലെ ഹുറ, ഇതുപോലത്തെ കുറച്ച് വാക്കുകളുണ്ട് നമുക്ക് ഒരു സ്ട്രോങ് ഇമോഷൻ പറയുന്ന. അപ്പം അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാൻ നമ്മൾക്ക് അത് എന്താണ്, എക്സ്ക്ലാമേറ്ററി ആണ്. അതുപോലെ ഈ എക്സ്ക്ലാമേഷൻ സിമ്പലും നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അലാസ് ഐ കുഡ് നോട്ട് ബി അറ്റ് ഹെർ ഫുണറൽ. അതുപോലെ തന്നെ യുവർ ഫാദർ ഈസ് സ്ലീപ്പിംഗ്, ഹുഷ് യുവർ ഫാദർ ഈസ് സ്ലീപ്പിംഗ്, വാട്ട് എ ബോറിംഗ് ഡേ, താങ്ക് യു ഡിയർ. അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്താണ്, എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സിമ്പിളായിട്ട് ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതുപോലെ ഇതുപോലെ ഇംഗ്ലീഷിലെ മറ്റു ഭാഗങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇംഗ്ലീഷിലെ ക്ലാസ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് തരാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.